ഇന്ത്യൻ ക്രിക്കറ്റിലെ വൈഭവ് സൂര്യവംശി യുഗം നമുക്കറിയാം. ഈ കഴിഞ്ഞ IPL ഒരു 7 മത്സരങ്ങൾ കളിക്കാൻ അവസരം ലഭിച്ച വൈഭവ് സൂര്യവംശി എടുത്ത ഒരു കാഴ്ചവെച്ച പ്രകടനം അത് എത്രത്തോളം അടിപൊളിയായിരുന്നു നമുക്കറിയാം. ആ ഒരു സെഞ്ചുറിയും അതുപോലെ നമ്മളെല്ലാവരും വലിയ ആദ്യ പന്ത് തന്നെ 6 അടിച്ചിട്ടാണ് IPL തുടങ്ങുന്നത് തന്നെ. ആ ഒരു ആവേശം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിനുശേഷം IPL-ന് ശേഷം വൈഭവ് സൂര്യവംശി ഇംഗ്ലണ്ടിൽ ഒരു അണ്ടർ-19 ടീമിനൊക്കെ ഒരു പര്യടനം നടത്തി. 14-ാമത്തെ വയസ്സിലും ആരാധകര് തേടി വരികയാണ് വൈഭവ് സൂര്യവംശിനെ. അപ്പോൾ ഇംഗ്ലണ്ടിൽ എനിക്ക് തോന്നുന്നു 2 വൈഭവിന്റെ സമപ്രായക്കാരായിട്ടുള്ള 2 പെൺകുട്ടികൾ മണിക്കൂറോളം കാർ ഓടിച്ചിട്ടാണ് വൈഭവിനെ കാണാൻ വന്നത്. അത് വൈഭവ് എന്ന് പറയുന്നത് അടുത്ത ഒരു ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇപ്പോൾ കോഹ്ലി എന്നൊക്കെ പറയുന്ന പോലെ ഗില്ല് എന്ന് പറയുന്ന പോലത്തെ അടുത്ത അങ്ങനത്തെ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതാണ് ഒരു സ്റ്റാർ മെറ്റീരിയൽ ആണ് എന്ന് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ബാക്കി എന്ന നിലയിൽ വൈഭവ് സൂര്യവംശി ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നടക്കുന്ന പര്യടനത്തിലും ഇന്ത്യൻ ടീമിലുണ്ട്. മറുവശത്താണ് ആയുഷ് മാത്ര എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റനെയും കൂടി ഇന്ത്യ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ യൂത്ത് ടെസ്റ്റിലൊക്കെ അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിരുന്നു. വൈഭവ് സൂര്യവംശി യൂത്ത് ടെസ്റ്റിൽ ബൗളിങ്ങിലും മികച്ച പ്രകടനം നടത്തിയിരുന്നു. ഏകദിന മത്സരങ്ങളിൽ അദ്ദേഹമാണ് ടോപ്പ് സ്കോറർ. 355 റൺസ് വൈഭവ് സൂര്യവംശി നേടിയിരുന്നു. അപ്പോൾ അതെ, ഒരു സെഞ്ചുറി ഉൾപ്പെടെ. അതായത് ഈ വൈഭവിന്റെ ഒരു സാധ്യതകൾ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ ഒരു പ്രകടനമൊക്കെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? ഇപ്പം സേഫ് പറഞ്ഞത് തന്നെ ഇപ്പം അടുത്തൊരു തലമുറയുടെ ക്രിക്കറ്റ് താരമായിട്ട് ഒരു ക്രിക്കറ്റ് മുഖമായിട്ട് ഉയർത്തി കാണിക്കുന്നുണ്ട്. അത് ആദ്യം സംശയം ഉണ്ടായിരുന്നു, ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കാണിക്കണോ വേണ്ടയോ എന്നുള്ള സംശയങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഒരു താരത്തെ വരുമ്പോൾ പിന്നെ വിവിധ കോണുകൾ വേറുണ്ട്, അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള ഉത്തരങ്ങളാണ് ഇപ്പം ഇംഗ്ലണ്ട് പര്യടനത്തിൽ വൈഭവ് നൽകിയത്. IPL ഇന്ത്യൻ സാഹചര്യത്തിൽ ആ താരം തിളങ്ങും, കുഴപ്പമില്ല, അത് ഒരു 1 ഡേ വണ്ടർ എന്ന് പറഞ്ഞു. പിന്നെ സെഞ്ചുറി, പിന്നെ തുടർപ്പ് ഇത് വന്നപ്പം കൊള്ളാം, കുഴപ്പമില്ല. പിന്നെ പ്രായത്തെക്കുറിച്ചൊക്കെ ആയിരുന്നു. പിന്നെ പറഞ്ഞത് ഈ പ്രതിഭയെ നമ്മളിപ്പോൾ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടുപോയാൽ എന്താവെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. നമ്മളങ്ങനെ പല ഇതുണ്ടല്ലോ, മറ്റേ നമുക്ക് ഉന്മുഖ് ചന്ദ്രൻ്റെ ഉൾപ്പെടെ പല താരങ്ങളുടെയും പൃഥ്വിഷായുടെ ഉൾപ്പെടെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരുന്നു അത് പറയാനായിട്ടില്ല, ഒന്ന് വെയിറ്റ് ചെയ്യുക, അവനെ താരതമ്യം ഹൈപ്പ് കൊടുക്കുന്നത്. പക്ഷേ അതിന് അർഹിക്കുന്നുണ്ട്. നിലവിലെ അവസ്ഥയിൽ പിന്നെ ഈ പറയുന്ന താരതമ്യങ്ങൾ അല്ലെങ്കിൽ പ്രശംസകൾക്കും പുകഴ്ത്തലുകൾക്കും താരം അർഹനാണെന്നാണ് ഈ ഇംഗ്ലണ്ട് പര്യടനത്തിൽ തെളിയിച്ചത്. അണ്ടർ-19 ടീമിൽ വരുന്നു, ആയുഷ് മാത്രയുടെ കീഴിൽ കളിക്കുന്നു. അത് പിന്നെ ടെസ്റ്റിലേക്ക് വരുമ്പോൾ ടെസ്റ്റ് അല്ല എന്താണ് പറയുക മൾട്ടിഡേ ക്രിക്കറ്റിലേക്ക് വരുമ്പോഴേക്കും അതിന്റെ മാറ്റം വരുന്നു. 4 ദിവസത്തെ മൾട്ടിഡേയിൽ യൂത്ത് ടെസ്റ്റ് നമുക്ക് പറയാം. ആ വാക്കാണ് ഞാൻ നോക്കിയത്. യൂത്ത് ടെസ്റ്റിൽ തിളങ്ങി വരുന്നു. ഏറ്റവും സെഞ്ചുറിനാവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഫാസ്റ്റ് അർദ്ധ സെഞ്ചുറി വരുന്നു. അങ്ങനെ പല റെക്കോർഡുകളായിട്ട് ഇംഗ്ലണ്ടിലെ താരം ഞാൻ ഇവിടെ ഇന്ത്യൻ പിച്ചിൽ മാത്രം പറ്റിയൊരു താരമല്ലെന്നും ഇത് ഭാവിയിലേക്ക് ക്രിക്കറ്റിൻ്റെ തന്നെ ഒരു അസറ്റാണെന്നും തെളിയിച്ച് കഴിഞ്ഞു വൈഭവ്. ആ പ്രകടനം അതിൽ ഓരോ മത്സരത്തിൽ നമ്മൾ പറയുമ്പോഴും പിന്നെ 78 ബോളിൽ 153 റൺ അടിച്ചത്, 28 6 ടൂർണമെന്റിൽ വരുന്നത്, ഇതൊക്കെ വരുമ്പോഴേക്കും തന്നെ താരത്തിൻ്റെ ഒരു ഇപ്പം പറഞ്ഞാൽ തന്നെ 6 അടിച്ചിട്ടാണ് IPL തുടങ്ങിയത്. ആ താരത്തിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഓസ്ട്രേലിയയിലെ പിച്ചിൽ ഓസ്ട്രേലിയയിലെ പരമ്പരയൊക്കെ എടുക്കുമ്പം അതിൽ യാതൊരു സംശയമില്ലാണ്ട് പല മാറ്റങ്ങളും വരുന്നുണ്ട്. ടീമിൽ ഒട്ടനവധി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സെലക്ടർമാർ. പക്ഷേ വൈഭവിൻ്റെ പേര് അവിടെ എന്തായാലും വേണം. അതിപ്പം അണ്ടർ-19 ടീമിലേക്ക് ഇനി അത് അങ്ങനെ വന്ന് കിടക്കും. ഇനി ICCയുടെ പ്രായപരിധി വന്നിട്ട് ദേശീയ ടീമിലേക്ക് അദ്ദേഹം എത്രാമത്തെ ഏത് ടൂർണമെന്റിൽ കളിക്കുന്നുള്ള മാത്രമാണ് ഇനിയിപ്പോൾ അറിയാനുള്ളത്. പിന്നെ ഈ പറഞ്ഞ ഗില്ലിന് കീഴിൽ ദേശീയ ടീമിൽ കളിക്കുന്ന ആ ഒരു വൈഭവിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ സച്ചിൻ 16-ാം വയസ്സിൽ വന്ന് പിന്നെ ഒരു 15 ഇത് കൊണ്ടുപോയ പോലെ തന്നെ വന്നു കഴിഞ്ഞാൽ ഇത് വലിയ കരിയർ കിട്ടുന്നുണ്ട്. അത് കിട്ടാനുള്ള പിന്നെ ഇപ്പം നിലവിലെ പ്രാപ്തിയുണ്ട്, കഴിവുണ്ട്, ശേഷിയുണ്ട് താരത്തിന്. അത് അദ്ദേഹം അങ്ങനെ കൊണ്ടുപോകുന്നത് നമുക്ക് കരുതാം. കാരണം അദ്ദേഹം വന്ന വഴി ഈ പറഞ്ഞ പോലെ തന്നെ പൃഥ്വിഷായുടെ മറ്റും ഉദാഹരണങ്ങൾ പറയുമ്പോഴും പിന്നെ ഇതെല്ലാം പറയും വിനോദ് കാംബ്ലിനൊക്കെ നമ്മൾ പേര് പറയാതിരിക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് വരുമ്പം പൃഥ്വിഷ വന്നത് ആ അച്ഛനും ആ മകനെ ക്രിക്കറ്റിലേക്ക് കൊണ്ടുവന്ന രീതി കാണുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം അദ്ദേഹം വഴിമാറിപ്പോയില്ല, വഴിതെറ്റിപ്പോയില്ല. ക്രിക്കറ്റിനെ നയിക്കാൻ വേണ്ടി ഈ പറഞ്ഞ പോലെ തന്നെ സച്ചിൻ, കോഹ്ലി, ഗില്ല് എന്ന് പറഞ്ഞാൽ ഇത് വരുമ്പം അടുത്ത പേരായിട്ട് തന്നെ ഒരുപക്ഷെ ചിലപ്പോൾ വന്നേക്കാം. ജയ്സോളിനൊക്കെ നമ്മൾ പല താരങ്ങൾ വരുന്നുണ്ടെങ്കിൽ കൂടി അടുത്തൊരു വലിയ മുഖമായിട്ട് സച്ചിനും കോഹ്ലിയും പോലെ വലിയ മുഖമായിട്ട് വൈഭവിന് മാറാൻ വേണ്ടി ശേഷിയുണ്ട്. തീർച്ചയായും ഞാൻ വളരെ സാന്ദർഭികമായിട്ടൊരു കാര്യം പറയാം. ഇപ്പോൾ വൈഭവിന്റെ പ്രകടനത്തെക്കുറിച്ച് നമ്മൾ നമ്മുടെ ചാനലുകളിൽ വീഡിയോ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് പല കമന്റുകളും നമുക്ക് കിട്ടാറുണ്ട്. വൈഭവിന്റെ ഈ മാച്ച് എവിടെയാണ് കാണുക എന്നുള്ളത്. അതുകൂടി ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അവസരം ഉപയോഗപ്പെടുത്തും. ഇപ്പൊ ഇംഗ്ലണ്ട് പര്യടനത്തിൽ വൈഭവ് സൂര്യവംശിയുടെ അതായത് ഇന്ത്യ അണ്ടർ-19 ഇംഗ്ലണ്ട് അണ്ടർ-19 മത്സരങ്ങൾ അതായത് ലൈവായിട്ട് വന്നുകൊണ്ടിരുന്നത് യൂട്യൂബ് ചാനലുകളിലാണ്. ECBയുടെയും അതുപോലെ തന്നെ ECB വെയിൽസ് ക്രിക്കറ്റ് ബോർഡിന്റെ അതുപോലെ തന്നെ അതാത് കൗണ്ടി ക്രിക്കറ്റ് ബോർഡുകളുടെയൊക്കെ യൂട്യൂബ് പേജുകളിലാണ് അതിന്റെ ലൈവ് മത്സരം വന്നിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓസ്ട്രേലിയയിലും അത്തരം യൂട്യൂബിൽ
വഴിയുള്ള ലൈവ് സ്ട്രീമിംഗ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതെ അതെ, ഓസ്ട്രേലിയൻ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള യൂട്യൂബ് ചാനലുകളിൽ ഈ മത്സരം ലൈവായിട്ട് കാണാമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് അതിന്റെ ഇതായിട്ട് നമുക്കിപ്പോൾ ഈ ഇംഗ്ലണ്ടിലെ വൈഭവ് സൂര്യവംശിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു ടെസ്റ്റ് ക്രിക്കറ്റിൽ പറ്റിയൊരു മെറ്റീരിയൽ അല്ല വൈഭവ് എന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അർദ്ധ സെഞ്ചുറി നേടിയത് 44 പന്തിലാണ്. അപ്പൊ ഇത് വേറൊരു കാര്യം കേട്ടോ, ടെസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ടെസ്റ്റ് ഇനി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ടെസ്റ്റിൽ വെടിക്കെട്ട് ബാസ്ബോൾ തന്ത്രമൊക്കെ ഇംഗ്ലണ്ട് പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇപ്പൊ ഋഷഭ് പന്ത് ടെസ്റ്റ് റാങ്കിങ്ങിൽ 7ാമത് നിൽക്കുന്ന ഒരു ബാറ്ററാണ്. അദ്ദേഹത്തിന്റെ ഒരു ശൈലിയിലാണ് കളിക്കുന്നത്. വൈഭവിന് ആ ഒരു രീതിയിലേക്കൊക്കെ മാറി അങ്ങനെയൊക്കെ ഒരു ഇതാകുന്ന സമയത്ത് തെളിയും. ഇപ്പൊ ഋഷഭ് പന്ത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഋഷഭ് പന്ത് വരുന്ന സമയത്ത് നമ്മൾ ഒരു T20 പ്ലെയർ ആയിട്ടാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. അദ്ദേഹം പിന്നീട് ഒരു ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ തിളങ്ങാണ്ട് ടെസ്റ്റിലേക്ക് തിളങ്ങുന്ന ഒരു താരമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതെ അതെ, തീർച്ചയായും ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ തെളിയിക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിലാണ്. അതെ തീർച്ചയായും. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ വൈഭവിന്റെ ഏകദിന പരമ്പരയിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 355 റൺസ് നേടിയിട്ടുണ്ട്. 174 സ്ട്രൈക്ക് റേറ്റ് 5 മത്സരങ്ങളിൽ. 174 സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുമ്പോൾ അതൊരു T20 സ്ട്രൈക്ക് റേറ്റ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് 5 മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ. അത് മാത്രമല്ല അവിടെ ഒരു ഫാസ്റ്റസ്റ്റ് അല്ല, പക്ഷെ ഒരു അതിവേഗ സെഞ്ചുറി അദ്ദേഹം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ മാത്രമല്ല അതിങ്ങനെ എല്ലാ മത്സരങ്ങളിലും അദ്ദേഹത്തിന് ഒരു ഫോമിലെത്താൻ കഴിഞ്ഞു. അത് തന്നെ വെടിക്കെട്ട് ആദ്യം തന്നെ ഒരു വെടിക്കെട്ട് കൊണ്ട് തുടങ്ങുക. ഒരു കുറച്ചു മുമ്പത്തെ പറയുകയാണെങ്കിൽ ഇപ്പൊ ഏകദിനത്തിലൊക്കെ സേവാഗൊക്കെ തുടങ്ങുന്ന ഒരു തുടക്കം ഉണ്ട്. തീർച്ചയായിട്ടും അത് ഇത്രത്തോളം ഇല്ലെങ്കിൽ പോലും പിന്നെ സെഞ്ചുറി അടിക്കാനും ഡബിൾ സെഞ്ചുറിയും ട്രിപ്പിൾ സെഞ്ചുറി അടിക്കുന്ന സമയത്തെല്ലാം 6 അടിച്ചിട്ട് കൊണ്ടുവന്ന സേവാഗാണ് നമുക്കറിയാതെ. പാകിസ്ഥാനിലെ ട്രിപ്പിൾ സെഞ്ചുറി അടിച്ചിട്ട് നേടിയപ്പം ഇയാൾ 6 അടിച്ചിട്ടാണ് ഇതാക്കിയത്. അന്ന് സച്ചിനൊക്കെ പറഞ്ഞത് 295 6 അടിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം വരെ അതിന്റെ ചർച്ചകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. 295 എത്തുമ്പോൾ സച്ചിൻ പറഞ്ഞു, പിന്നെ 6 അടിക്കുന്ന പറയുമ്പോൾ പറഞ്ഞു വേണ്ട, സ്ട്രൈക്ക് റേറ്റ് ആരും ഇതിന് 300 അടിച്ചിട്ടില്ല. അപ്പം വീരേന്ദ്ര സെവാഗ് പറഞ്ഞത് ആരും 295 അടിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അത് മതിയിലാണ് 6 അടിച്ചത്. അപ്പോൾ കളി അന്ന് സെവാഗൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും പറഞ്ഞാൽ തന്നെ പിന്നെ 6 അടിച്ചിട്ട് ഓരോ മൈൽ സ്റ്റോൺ താണ്ടി. പക്ഷെ ഇപ്പം നമുക്ക് പറയുമ്പോൾ പന്ത് കഴിഞ്ഞാൽ ജയ്സോൾ എല്ലാം ആ ഒരു പിന്നെ ക്രിക്കറ്റിന്റെ ഫാസ്റ്റ് രീതി മാറിയിട്ടുണ്ട്. സൈഫ് പറഞ്ഞാൽ തന്നെ ഇനിയിപ്പോൾ അടുത്ത ഒരു ഈ വൈബിന്റെ തലമുറ വരുമ്പോഴേക്ക് ടെസ്റ്റ് ക്രിക്കറ്റ് ഈ പറഞ്ഞാൽ നമ്മൾ 5 ദിവസം എന്ന് പറയുമ്പോഴും പിന്നെ ബോൾ മുട്ടി കളിക്കുന്ന റിസൾട്ടുകൾ കൂടുതൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ കുറെ ഡ്രോകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ റിസൾട്ടുകൾ പലപ്പോഴും വരുന്നുണ്ട് എന്നുള്ളതാണ്. അതും ഇത് ഈ ഒരു ശൈലി മാറ്റത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഇപ്പൊ നമ്മള് എന്താ പറയാ അടിച്ച് തകർക്കുക എന്ന് പറയുമ്പോൾ T20 നമുക്കറിയാം ഒരു ക്രിക്കറ്റിന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇതായിട്ട് വളർന്നു വരുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഒരു ക്രിക്കറ്റിന്റെ ഒരു ഗ്ലോബൽ ഗെയിം ആക്കിയിട്ട് നിലനിർത്താൻ ഇപ്പൊ ഏഷ്യ കപ്പാണ് T20യിലാണ്, ഒളിമ്പിക്സ് T20യിലാണ് നടക്കുന്നത്. മാത്രമല്ല ക്രിക്കറ്റിന്റെ ഒരു ഗ്ലോബൽ ഒരു ഇത് കിട്ടുന്നുണ്ട്, ഒരു അംഗീകാരം കിട്ടുന്നുണ്ട്. ഇപ്പൊ പല ടീമുകളും ചെറിയ ചെറിയ ടീമുകളൊക്കെ കളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇറ്റലി അടുത്ത ലോകകപ്പിൽ യോഗ്യത നേടിയിട്ടുണ്ട്. അപ്പൊ T20യിൽ ഇന്ത്യയുടെ ഒരു ഭാവി എന്ന് പറയുന്നത് വളരെ ശക്തമാണ് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് തെളിയിക്കുന്നത്. ഇപ്പൊ ആയുഷ് മാത്രയാണെങ്കിൽ പോലും വൈഭവ് സൂര്യവംശി ആണെങ്കിൽ പോലും ഇവരൊക്കെ 17-14 വയസ്സൊക്കെ ആയിട്ടുള്ള താരങ്ങൾ, അവര് അഗ്രസീവായിട്ട് കളിക്കുന്ന ഒരു താരങ്ങൾ തന്നെയാണ്. നമുക്കറിയാം ആയുഷ് മാത്ര എന്ന് പറയുന്ന ഒരു 17-കാരനാണ് ചെന്നൈ ടീമിന്റെ മൊത്തത്തിലുള്ള ബാറ്റിംഗ് ശൈലിനെ തന്നെ വന്ന് മാറ്റി മറിച്ചത് എന്നുള്ളതാണ്. അപ്പൊ അത് തന്നെ നമുക്ക് ഓസ്ട്രേലിയയിലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. തീർച്ചയായും ഓസ്ട്രേലിയ ഈ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലണ്ടിൽ എവിടെയാണ് കൊണ്ട് നിർത്തിയത്. നമുക്ക് റിസൾട്ട് പിന്നെ പരമ്പരയിൽ പിന്നെ യൂത്ത് ടെസ്റ്റിൽ വിജയിക്കാൻ വേണ്ടി പറ്റിയിട്ടെങ്കിലും 2 സമനിലയാണെങ്കിൽ കൂടി ഇംഗ്ലണ്ടിലേക്ക് ഓസ്ട്രേലിയക്ക് എത്തുമ്പോൾ ഒരു റിസൾട്ട് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഈ താരങ്ങളുടെ ഈ ശൈലി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ സൈഫ് പറഞ്ഞാൽ തന്നെ റിസൾട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. അവിടെ നമുക്കറിയാം മഴയാണ് കളിയിൽ വില്ലനായി പോയത് നമുക്കറിയാലോ ഇംഗ്ലണ്ടിൽ. അപ്പോൾ അതുപോലെ തന്നെ ഓസ്ട്രേലിയക്ക് എത്തുമ്പോഴേക്കും നമുക്കത് പിടിക്കാൻ വേണ്ടി പറ്റും. അതെന്തെന്നാലും ഈ പറഞ്ഞ ശൈലിയിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് പ്രതീക്ഷയാണ്. ഈ നമ്മൾ എപ്പോഴും പറയുകയാണ് സച്ചിന് ശേഷം ആര്, കോഹ്ലിക്ക് ശേഷം ആര്, ഗില്ലിന് ശേഷം ആര്, ഇനി ആര് വരും, ഇന്ത്യൻ ടീമിൻ്റെ രക്ഷകനായിട്ട് ആര് വരും എന്ന് ചോദിക്കുന്നത് ഈ നിരവധി ഉത്തരങ്ങൾ നമ്മുടെ കയ്യിൽ കിടക്കുവാണ്. ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ നമ്മൾ T20 നമ്മൾ പറഞ്ഞു. T20 ഏകദിനത്തിൽ നമുക്ക് ഒരു ബെഞ്ച്, വലിയൊരു ബെഞ്ച് പുറത്തിരിക്കുന്നുണ്ട്, നയിക്കാൻ വലിയ താരങ്ങളുണ്ട്. അപ്പം ടെസ്റ്റിലേക്ക് വരുമ്പോൾ ഈ ശൈലിയിലേക്ക് ഒരു കളി മാറ്റി പിടിക്കും. അതിൽ നമുക്ക് യാതൊരു ആശങ്കയും വേണ്ട. ഇപ്പം ഓസ്ട്രേലിയയിൽ വരുന്നതായിട്ട് ഇപ്പോൾ യൂത്ത് ടെസ്റ്റിലേക്ക് വരുമ്പോഴൊക്കെ തന്നെ നമുക്ക് പിടിക്കാൻ വേണ്ടി പറ്റും. അതിൽ നമ്മൾ കയറി വരുന്ന സംശയമില്ല. പിന്നെ മാത്രമല്ല ഇപ്പോൾ ഈ ആയുഷ് മാത്രയും വൈഭവ് സൂര്യവംശിനെയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റു താരങ്ങളും വളർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. വിഹാൻ മൽഹോത്ര എന്ന് പറയുന്ന ഒരു താരം വലിയ രീതിയിൽ വളർന്നു വരുന്നുണ്ട്. യൂത്ത് ടെസ്റ്റിലാണെങ്കിലും യൂത്ത് ഏകദിനത്തിലാണെങ്കിലും മികച്ച പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ വിക്കറ്റ് കീപ്പർമാരിലേക്ക് വരുന്ന സമയത്ത് അഭിഗ്യാൻ കുണ്ടു എന്ന് പറയുന്ന ഒരു താരവും അങ്ങനെ ഒരുപാട് താരങ്ങൾ വളർന്നു വരുന്നുണ്ട് അണ്ടർ-19 ടീമിൽ. അണ്ടർ-19 ടീമിന് കൂടുതൽ മത്സരങ്ങൾ ഇങ്ങനെ വരുന്നത്, ഇപ്പോൾ ഇംഗ്ലണ്ട് പര്യടനം, ഓസ്ട്രേലിയ പര്യടനം, ഇങ്ങനെ കൂടുതൽ മത്സരങ്ങൾ വരുന്നതും വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. എന്തായാലും വൈഭവിന്റെ ഒരു ശക്തമായ ഒരു പെർഫോമൻസ്, അതുപോലെ തന്നെ ആയുഷ് മാത്രയുടെ ഒക്കെ മികച്ചൊരു പെർഫോമൻസ് ഓസ്ട്രേലിയയിലും കാണാനാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ.
വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.